4 മാസം ട്രീറ്റ്മെൻറ്റും ബയോപ്സിയൊക്കെ ചെയ്തു. യൂട്യൂബിൽ കണ്ടിട്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവുന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നേ. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെയുള്ളത് ഫസ്റ്റ് ടൈം വന്ന പേഷ്യന്റ് റിലേറ്റീവ് ആണ്. ഇവർക്ക് എന്ത് പ്രോബ്ലം ആണെന്നും അതിവരെ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നും ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും കൂടാതെ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തൊക്കെയാണെന്നും നമുക്ക് പേഷ്യന്റ് റിലേറ്റീവിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സർ, പേരെന്താണ്? എൻ്റെ പേര് രാജു. പേഷ്യന്റ് ആരാ സാറിന്റെ? ഗോപാൽ എൻ്റെ അച്ഛനാ. ഓ ഓക്കെ. എത്ര വയസ്സുണ്ട്? ഒരു 61 ഉണ്ട് ഇപ്പോൾ. എവിടെ നിന്നാ വരുന്നത്? ശങ്കരടിക്കടുത്ത് നിന്ന്, ആണോ? വില്ലേജ് കുളമ്പൂർ. ഓക്കെ. സാറിന്റെ ഫാദറിന് ഫസ്റ്റ് ടൈം ആണോ ക്യാൻസർ വരുന്നത് അല്ലെങ്കിൽ നേരത്തെ ഇല്ല, വന്നിരുന്നോ? ഇത് ആദ്യമായിട്ട് വരുന്നത്. ഫസ്റ്റ് ടൈം ആണല്ലേ? ഡോക്ടർ എന്താണ് നെക്ക്. എവിടെയാണെന്നാ പറഞ്ഞത്? ഉം, കഴുത്തിലോ? നെക്ക്. ഓക്കെ. അതെ. എത്ര നാളായി ഇതറിഞ്ഞിട്ട്? 2 മാസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ. അതിനു മുൻപ് ഒരു 10 മാസം മുൻപ് അറിഞ്ഞായിരുന്നു. ബയോപ്സി എല്ലാം ചെയ്തതാ. ഉം. ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ ബയോപ്സി ഒക്കെ ചെയ്ത് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതാ. ഒരു 2 മന്ത് ട്രീറ്റ്മെന്റ് ചെയ്തതായിരുന്നു. ഉം. ഇപ്പോൾ ഫോണിൽ യൂട്യൂബിൽ കണ്ടിട്ട് ഉം. ഇവിടെ നല്ല മെഡിസിൻ ആണ്, ഇത് കുറയുമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഓക്കെ. ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ചതാ. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഓക്കെ. സാർ, ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ പറ്റിയത്? എന്തൊക്കെയായിരുന്നു ലക്ഷണങ്ങൾ? വായിൽ കുമിളയൊക്കെ വന്ന്, ഇവിടെ ഒരു തടിപ്പൊക്കെ വന്നു. ഇവിടുന്ന് ഇവിടം വരെയും കുമിളകളൊക്കെ വന്നു തുടങ്ങി. ഉം. ഈ ഒരു സൈഡ് ഫുള്ള് മുഴ വന്നു തുടങ്ങി. അങ്ങനെ ENT ഡോക്ടറിനെ ഞങ്ങൾ കൺസൾട്ട് ചെയ്തു. ഉം. അദ്ദേഹം സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞു. ഓക്കെ. അവിടെ തന്നെ ബയോപ്സി ചെയ്ത് നോക്കി. അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. ഓക്കെ. ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഹിസ്റ്ററി ഏയ് ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇതാ first time. ആർക്കുമില്ലല്ലേ? അച്ഛനാണല്ലേ ഫസ്റ്റ് എൻ്റെ ടൈം അച്ഛന് വരുന്നത്? ആദ്യം വന്നത്. ഓക്കെ. അച്ഛൻ എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടായിരുന്നോ? ഡ്രിങ്കിങ്, അച്ഛൻ സ്മോക്കിംഗ് അങ്ങനെ സ്മോക്ക് ചെയ്യും. എന്തെങ്കിലും? ഓക്കെ. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ സ്മോക്കിംഗ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വന്നതെന്നൊക്കെ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഒന്നും ഇതിപ്പോ പറഞ്ഞില്ലല്ലേ? വന്നത് ട്രീറ്റ്മെന്റ് ചെയ്താൽ കുറയും, ഉം. പ്രശ്നമൊന്നുമില്ല എന്നാ ഡോക്ടർ പറഞ്ഞു. ഓക്കെ. സാറിന് ക്യാൻസറിനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഫാദറിനോ? ഏയ് ഇല്ല. ആർക്കും ഇല്ലല്ലേ? ഇതിനെപ്പറ്റി ആ കേട്ടിട്ടില്ലല്ലേ? ആ. കേട്ടിട്ടുണ്ട്, ഓക്കെ. പക്ഷേ അങ്ങനെ കൂടുതലായിട്ടുള്ള ഒരു അറിവൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു അതിനെപ്പറ്റി. സ്മോക്ക് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നുള്ളത് ഉം. കേട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ. ശരി സാർ, എന്തായാലും നിങ്ങൾ ഇവിടെ വിശ്വാസത്തോടെ ഉം. വന്നതല്ലേ? മെഡിസിൻ ഒക്കെ കണ്ടിന്യൂ ചെയ്തോളൂ. ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും ഓക്കെ പെട്ടെന്ന് മാം. ഭേദാവട്ടെ എന്ന്. ഉം. നെക്സ്റ്റ് ടൈം ശരി. റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉം. വീണ്ടും കാണാം സാർ. ഓക്കെ, ഓ താങ്ക് യു. ശരി. താങ്ക് യു സാർ. ഓ താങ്ക് യു.